ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടൻസിയിലെ കുറച്ച് കാര്യങ്ങളാണ്. AFSലെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇത് കഴിഞ്ഞ് നേരെ സമയമുണ്ടെങ്കിൽ നമുക്ക് അക്കൗണ്ടൻസി പാർട്ട് A വീണ്ടും കുറച്ച് കാര്യങ്ങൾ കൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറാണ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുള്ള ചില സെലക്റ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. മുഴുവനും ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല, വീഡിയോ നീണ്ടുപോകും. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ നാം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പം നിങ്ങളുടെ കയ്യിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകും. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാനിവിടെ പരാമർശിക്കുന്നുള്ളൂ. ഇവിടെ 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 28ാമത്തെ ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് എനി 2 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ഏതെങ്കിലും 2 സാമ്പത്തിക സ്റ്റേറ്റ്മെൻറ്റുകളുടെ പേര് എഴുതുക എന്നുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എ കമ്പനി, ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് 3 സ്റ്റേറ്റ്മെൻറ്റാണ്. ഇവിടെ 2 ചോദിച്ചിട്ടുള്ളൂ, 3 ഉള്ളത്. ഒന്നെന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. മറ്റൊന്ന് ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. വേറൊന്ന് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഇങ്ങനെ 3 സ്റ്റേറ്റ്മെൻറ്റാണ് കമ്പനിക്കുള്ളത്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 3 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കമ്പനിക്കുള്ളത്. ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, മറ്റൊന്ന് ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്, മറ്റൊന്ന് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനെ ക്യാഷ് ഫ്ലോയും കൂടെ നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനാണ്, ലിസ്റ്റ് ഔട്ട് എനി 2 ടൂൾസ് യൂസ്ഡ് ഫോർ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് 29ാമത്തെ ക്വസ്റ്റ്യനാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ അനാലിസ് ചെയ്യാനുള്ള, അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള ടൂൾസ് അല്ലെങ്കിൽ ടെക്നിക്സ് എഴുതാനാണ്. എക്സാമിന് ചോദിക്കാം ടൂൾസ് ഫോർ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ടെക്നിക്സ് ഫോർ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് ചോദിക്കാം. ചോദിച്ചാൽ നിങ്ങളുടെ ഉത്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധിച്ചോ. 1 കമ്പാരേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, 2 കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്, 3 ട്രെൻഡ് അനാലിസിസ്. ട്രെൻഡ് അനാലിസിസ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 4 റേഷ്യോ അനാലിസിസ്, 5 ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ അനാലിസിസ്. ഇങ്ങനെ 5 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ 5 ടൂൾസാണ്, അല്ലെങ്കിൽ 5 ടെക്നിക്സ് ആണ് ഉള്ളത്. ഈ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഈ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഒന്നെന്താണ്? കമ്പാരേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, മറ്റൊന്ന് കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്, മറ്റൊന്ന് ട്രെൻഡ് അനാലിസിസ്, അടുത്തത് എന്താണ്? റേഷ്യോ അനാലിസിസ്, മറ്റൊന്ന് ക്യാഷ് ഫ്ലോ അനാലിസിസ് അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇതെന്താണ്? ടൂൾസ് ഫോർ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നാണ് ചോദ്യം വരിക. ടൂൾസ് ഫോർ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഏതൊക്കെ ടൂൾസാണ്, ടെക്നിക്സ് ആണെന്ന് ചോദിച്ചാൽ ഈ 5 പോയിൻറ്റ്സാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇവിടെ 2 ചോദിച്ചിട്ടുള്ളത്, 2 എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. തിയറിയാണ് ഇതൊക്കെ. പിന്നെ പറഞ്ഞ് ലിസ്റ്റ് ഔട്ട് എനി 3 ഫീച്ചേഴ്സ് ഓഫ് എ ലിമിറ്റഡ് കമ്പനി. ലിമിറ്റഡ് കമ്പനിൻ്റെ ഏതെങ്കിലും 3 ഫീച്ചേഴ്സ് എഴുതുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നമ്മളെപ്പോഴും പറയുന്ന സംഭവം തന്നെയാണ്. ഫീച്ചേഴ്സ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, ഇല്ലേ? കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. കമ്പനിക്ക് എന്തുണ്ടാവും? കോമൺ സീൽ ഉണ്ടാവും. ലിമിറ്റഡ് മെമ്പേഴ്സിൻ്റെ ലാബിലിറ്റി എന്താണ്? ലിമിറ്റഡ് ആണ്, ലിമിറ്റഡ് ലാബിലിറ്റി ആണ്. പിന്നെന്താണ്? അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്? അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ആണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് നിങ്ങൾ ഒരുപാട് തവണ പഠിച്ചതാണ്, ഒരുപാട് തവണ കേട്ടതുമാണ്. അപ്പോൾ കമ്പനിയുടെ പ്രത്യേകതകൾ ചോദിച്ചിട്ടുണ്ട്, അതും പഠിച്ചു വെക്കുക. പിന്നെ ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് എന്താണ്? 32ാമത്തെ ക്വസ്റ്റ്യൻ പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് ഏരിയ എന്ന് വരുന്ന ക്വസ്റ്റ്യനാണ്. സ്റ്റേറ്റ് എനി 3 ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് എ കമ്പനി. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് എ കമ്പനിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ലക്ഷ്യങ്ങൾ എന്തൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 3 എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു കമ്പനിയുടെ സാമ്പത്തിക സ്റ്റേറ്റ്മെൻറ്റുകളുടെ ഏതെങ്കിലും 3 ലക്ഷ്യങ്ങൾ എഴുതുക എന്നുള്ളതാണ്. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് എ കമ്പനി, അതിൻ്റെ ലക്ഷ്യങ്ങൾ ശ്രദ്ധിക്കുക. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് എ കമ്പനി, ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് അറിയാലോ. എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ. ഒന്നെന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്, മറ്റൊന്ന് ബാലൻസ് ഷീറ്റാണ്, മറ്റൊന്ന് എന്താണ്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും, ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെയാണ് കാണിക്കുന്നത്? ലാബിലിറ്റിയാണ്, അതുപോലെ അസറ്റുമാണ് കാണിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് സെൻറ്റൻസ് ആയിട്ട് പറയുമ്പം ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് എക്കണോമിക് റിസോഴ്സസ് ആൻഡ് ഒബ്ലിഗേഷൻ ഓഫ് ബിസിനസ്. അതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ 1ാമത്തെ ലക്ഷ്യം.
അതായത് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ, വിവരങ്ങൾ നൽകുക, എബൌട്ട് എക്കണോമിക് റിസോഴ്സസ്, സാമ്പത്തിക ഉറവിടങ്ങളുടെ, ആൻഡ് ഒബ്ലിഗേഷൻ ഓഫ് ബിസിനസ്, ഒരു ബിസിനസ്സിൻ്റെ ബാധ്യതകളെക്കുറിച്ചും, അതായത് ഒരു ബിസിനസ്സിൻ്റെ അസറ്റുകളെക്കുറിച്ചും ഒരു ബിസിനസ്സിൻ്റെ ബാധ്യതകളെക്കുറിച്ചും വിവരങ്ങൾ നൽകുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം. അതായത് സോഴ്സ് ഓഫ് എക്കണോമിക് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അസറ്റാണ്. എക്കണോമിക് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ അസറ്റാണ്. ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലയബിലിറ്റിയാണ്. അപ്പോൾ ഒരു കമ്പനിയുടെ റിസോഴ്സ്, എക്കണോമിക് റിസോഴ്സസ്, സാമ്പത്തിക ഉറവിടങ്ങളെക്കുറിച്ചും അതേപോലെ ബാധ്യതകളെക്കുറിച്ചും, കമ്പനിയുടെ ബാധ്യതകളെക്കുറിച്ചും എന്ത് ചെയ്യുന്നു? വിവരം നൽകുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം. ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ, ഇപ്പോൾ തന്നെ പഠിച്ചു പോവുക. ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് എക്കണോമിക് റിസോഴ്സസ് ആൻഡ് ഒബ്ലിഗേഷൻ ഓഫ് എ കമ്പനി അല്ലെങ്കിൽ ഓഫ് എ ബിസിനസ്. അപ്പോൾ ഒന്നായി. 2, ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ഏണിംഗ് കപ്പാസിറ്റി ഓഫ് ദി ബിസിനസ്, ഒരു ബിസിനസ്സിൻ്റെ ഏണിംഗ് കപ്പാസിറ്റി, അതായത് ലാഭം ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി, കഴിവ് എത്രത്തോളം ഉണ്ട് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളും നൽകുന്നത് എന്താണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ കുറിച്ച് നോക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്താ നൽകുന്നത്? ലാഭത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഏണിംഗ് കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട് എന്നതിനെക്കുറിച്ച് വിവരം നൽകുന്നത് എന്താണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ 2 ആദ്യം നമ്മൾ പറഞ്ഞത് ബാലൻസ് ഷീറ്റിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. എക്കണോമിക് റിസോഴ്സസിനെ കുറിച്ചും അതേപോലെ ഒബ്ലിഗേഷനെ കുറിച്ചും വിവരങ്ങൾ നൽകുന്നു. രണ്ടാമത് നമ്മൾ പറഞ്ഞത് എന്താണ്? ഏണിംഗ് കപ്പാസിറ്റി, ഒരു സ്ഥാപനത്തിൻ്റെ ഏണിംഗ് കപ്പാസിറ്റിനെ കുറിച്ച് വിവരങ്ങൾ നൽകുന്നു. മൂന്നാമത്തെ എന്താണ്? ക്യാഷ് ഫ്ലോനെ കുറിച്ച് വിവരം നൽകുന്നു. മൂന്നാമത്തെ എന്താണ്? ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ക്യാഷ് ഫ്ലോ, ക്യാഷ് ഫ്ലോനെ കുറിച്ച് വിവരം നൽകുന്നു. അത് ക്യാഷ് ഫ്ലോനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ക്യാഷ് ഫ്ലോവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ക്യാഷ് ഫ്ലോ എന്താണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ. നാലാമത് വേണമെങ്കിൽ നമുക്ക് പറയാം ടു ജഡ്ജ് എഫക്റ്റീവ്നെസ് ഓഫ് മാനേജ്മെൻറ്റ്. എന്ത് ചെയ്യാം? മാനേജ്മെൻറ്റിൻ്റെ കാര്യക്ഷമത നമുക്ക് വിലയിരുത്താൻ പറ്റും. മാനേജ്മെൻറ്റിൻ്റെ കാര്യക്ഷമതയെ എന്ത് ചെയ്യാൻ പറ്റും? വിലയിരുത്താൻ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലൂടെ നമുക്ക് സാധിക്കും. ഇത്രയും കാര്യങ്ങൾ 4 പോയിൻറ്റ്സ് നിങ്ങൾ അറ്റ്ലീസ്റ്റ് പഠിച്ചു വെക്കുക. 2 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കുകയാണെങ്കിൽ 3 4 മാർക്കിന് ഇത് ചോദിക്കാം. 4 മാർക്കിന് ചോദിക്കേണ്ട 4 പോയിൻറ്റ്സും നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതണം. അപ്പോൾ സിമ്പിളായിട്ട് പറയാം ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് എക്കണോമിക് റിസോഴ്സസ് ആൻഡ് ഒബ്ലിഗേഷൻ ഓഫ് ബിസിനസ് 1. 2 എന്താണ്? 2 ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ഏണിംഗ് കപ്പാസിറ്റി ഓഫ് എ ബിസിനസ്, ഏണിംഗ് കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട് എന്നതിനെക്കുറിച്ചുള്ള വിവരം നൽകുന്നു. മൂന്നാമത്തെ ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ എന്താണ്? അബൌട്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോനെ കുറിച്ച് വിവരം നൽകുന്നു. ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ക്യാഷ് ഫ്ലോസ്. നാലാമത്തെ ടു ജഡ്ജ് എഫക്റ്റീവ്നെസ് ഓഫ് മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആദ്യം നമ്മൾ ബാലൻസ് ഷീറ്റിനെ കുറിച്ച് പറയുന്നു, പിന്നെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ കുറിച്ച് പറയുന്നു, പിന്നെ നമ്മൾ ക്യാഷ് ഫ്ലോനെ കുറിച്ച് പറയുന്നു, പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? മാനേജ്മെൻറ്റിൻ്റെ കാര്യക്ഷമതയെക്കുറിച്ച് പറയുന്നു. ഇത്രയും 4 പോയിൻറ്റ്സ് ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ലക്ഷ്യങ്ങൾ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ലക്ഷ്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് 32ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ ക്വസ്റ്റ്യനാണ് 33ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ ചോദിച്ചത് കോൾസ് ഇൻ എരിയറും കോൾസ് ഇൻ അഡ്വാൻസും എന്താണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കോൾസ് ഇൻ എരിയറും കോൾസ് ഇൻ അഡ്വാൻസും 33ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. കോൾസ് ഇൻ എരിയർ എന്താ? കോൾസ് ഇൻ എരിയർ എന്ന് പറഞ്ഞാൽ ഇഫ് എ ഷെയർ ഹോൾഡർ ഫെയിൽഡ് ടു പേ അലോട്ട്മെൻറ്റ് മണി ഓർ എനി കോൾ മണി ഈസ് നോൺ ആസ് കോൾസ് ഇൻ എരിയർ. അതായത് ഒരു ഷെയർ ഹോൾഡർ അദ്ദേഹത്തിന് അലോട്ട്മെൻറ്റ് മണിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൾ മണിയോ അടയ്ക്കാൻ പരാജയപ്പെട്ടാൽ അതിനെ വിളിക്കുന്ന പേരാണ് കോൾസ് ഇൻ എരിയർ. അതായത് കമ്പനി അവരോട് എന്ത് ചെയ്തിട്ടുണ്ട്? പണം അടയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ഷെയർ ഹോൾഡർ ഇതുവരെ ക്യാഷ് അടച്ചിട്ടില്ല. അത് അലോട്ട്മെൻറ്റ് മണിയാവാം അല്ലെങ്കിൽ ഏതെങ്കിലും കോളാവാം. അത്തരം സാഹചര്യത്തെ വിളിക്കുന്ന പേരാണ് കോൾസ് ഇൻ എരിയർ. ഇനി കോൾസ് ഇൻ അഡ്വാൻസ് എന്താണ്? കമ്പനി ഇതുവരെ കോൾ വിളിച്ചിട്ടില്ല, അതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ കമ്പനി ഇതുവരെ അവരോട് ക്യാഷ് അടക്കാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ ഷെയർ ഹോൾഡർ എന്ത് ചെയ്യുന്നു? പാർട്ട് എമൗണ്ടോ അല്ലെങ്കിൽ മുഴുവൻ എമൗണ്ടോ അയാൾ എന്ത് ചെയ്യുന്നു? അടക്കുന്നു, അഡ്വാൻസ് ആയിട്ട് അടക്കുന്നു. അതാണ് കോൾസ് ഇൻ അഡ്വാൻസ്. ഓക്കെ, ഇനി നമുക്ക് 36ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എല്ലാവരും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിലുണ്ടാവുമല്ലോ. 36ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 36ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു പ്രോബ്ലം ആണ്. ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിൽ ആകെ 8 റേഷ്യോ ഉള്ളത് നിങ്ങളുടെ കയ്യിലുണ്ടാവുമല്ലോ. ആ 8 റേഷ്യോ കംപ്ലീറ്റ് പഠിച്ച് പോവുക. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ, ITR ആണ്. ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ഉറപ്പായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെൻട്രി എന്നാണ്. ആവറേജ് ഇൻവെൻട്രി
കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെൻട്രി എന്നാണ്. അപ്പോൾ ഇവിടെ കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ കാണാൻ 2 ഇക്വേഷൻ ഉണ്ട്. അത് ക്വസ്റ്റ്യൻ എങ്ങനെയാണോ അതിനനുസരിച്ചാണ് നമ്മൾ കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ കാണേണ്ടത്. നേരിട്ട് കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ തന്നിട്ടുണ്ടാവാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രശ്നമല്ല. അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ കാണാൻ 2 ഇക്വേഷനാണ്. ഒന്നെന്താ വെച്ചാൽ ശ്രദ്ധിച്ചോ, റവന്യൂ ഫ്രം ഓപ്പറേഷൻ മൈനസ് ഗ്രോസ് പ്രോഫിറ്റ്. ഞാൻ എഴുതുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാകും. റവന്യൂ ഫ്രം ഓപ്പറേഷൻ മൈനസ് ഗ്രോസ് പ്രോഫിറ്റ്, അതായത് സെയിൽസ് നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ. റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിൽസ് ആണ്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ മൈനസ് ഗ്രോസ് പ്രോഫിറ്റ്, അതായത് സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് ആണെന്ത്? കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ. ഒന്നാമത്തെ രീതിയിൽ നമുക്ക് കണ്ടെത്താം. അതായത് ക്വസ്റ്റ്യനിൽ റവന്യൂ ഫ്രം ഓപ്പറേഷനും അതുപോലെ ഗ്രോസ് പ്രോഫിറ്റും തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ കണ്ടെത്താം. ഇനി രണ്ടാമത്താണ്, നമ്മൾ കഴിഞ്ഞ വർഷം +1 പഠിച്ചിട്ടുണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫോർമാറ്റ് ഓർക്കുക. അതിൽ ഏറ്റവും ടോപ്പിൽ ഓപ്പണിംഗ് സ്റ്റോക്ക്, പിന്നെന്താണ് പർച്ചേസ്, റിട്ടേൺ ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യാം, പ്ലസ് ഒക്കെ പ്ലസ് ചെയ്യുക. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസും എന്ത് ചെയ്യുക? കൂട്ടുക, മൈനസ് അപ്പുറത്ത് എന്താ ഉള്ളത്? സെയിൽസ് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. സെയിൽസ് നിങ്ങൾ എടുക്കണ്ട, ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, റിട്ടേൺ ഉണ്ടെങ്കിൽ കുറക്കുക, പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് എഴുതിയാലും എന്ന രൂപത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ കണ്ടെത്താം. അപ്പോൾ 2 ഇക്വേഷനാണുള്ളത്. ഓക്കെ, ആ രണ്ടാലൊരു ഇക്വേഷൻ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലായിരിക്കും നിങ്ങളെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. പിന്നെ ആവറേജ് ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ഇൻവെൻട്രി, ആവറേജ് സ്റ്റോക്കാണ്. ഇൻവെൻട്രി പറഞ്ഞാൽ സ്റ്റോക്കാണ്. ആവറേജ് ഇൻവെൻട്രി അല്ലെങ്കിൽ ആവറേജ് സ്റ്റോക്ക് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഓപ്പണിംഗ് ഇൻവെൻട്രി പ്ലസ് ക്ലോസിംഗ് ഇൻവെൻട്രി ബൈ 2. ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഇൻവെൻട്രി കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആവറേജ് ഇൻവെൻട്രി കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം. റവന്യൂ ഫ്രം ഓപ്പറേഷൻ 5 lakhs തന്നിട്ടുണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് 1 lakh തന്നിട്ടുണ്ട്, ആവറേജ് ഇൻവെൻട്രി 40,000 അവർ നേരിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്താണ്? കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ. ഞാൻ മുഴുവൻ എഴുതിയിട്ടില്ല, നിങ്ങൾ പരീക്ഷയ്ക്ക് മുഴുവൻ എഴുതണം. കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഇവിടെ തന്നിട്ടുണ്ട് റവന്യൂ ഫ്രം ഓപ്പറേഷൻ എത്രയാണ്? റവന്യൂ ഫ്രം ഓപ്പറേഷൻ 5 lakhs ആണ്. 5 lakhs മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ്? 1 lakh ആണ്. അപ്പോൾ ആൻസർ എത്രയാണ്? 4 lakhs ആണ് വരിക അല്ലേ? ഇനി ആവറേജ് ഇൻവെൻട്രി എന്ത് ചെയ്തിട്ടുണ്ട്? ആവറേജ് ഇൻവെൻട്രി 40,000 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ITR ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ. ഈ രണ്ടാമത് ഏതാണ്ട് നമ്മൾ എഴുതി വെച്ചിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. എമൗണ്ട് 4 lakhs ബൈ ആവറേജ് ഇൻവെൻട്രി എത്രയാണ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 40,000 ഈസ് ഈക്വൽ ടു 10 ടൈംസ് ആണ്, 10 മടങ്ങ് എന്നാണ് ആൻസർ വരിക. അതായത് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ നിങ്ങൾ പറയേണ്ടത് ടൈംസിലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രധാനപ്പെട്ട വേറെ ക്വസ്റ്റ്യനാണ് പറയാൻ പോകുന്നത്. ഇതിൽ 38ാമത്തെ ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യനാണ്. നോക്കുക. കൃഷ്ണ ലിമിറ്റഡ് ഇഷ്യൂഡ് 2 lakhs ഷെയർസ് ഓഫ് ₹10 ഈച്ച്. കമ്പനി റിസീവ്ഡ് അപ്ലിക്കേഷൻ ഓൺ 3 lakhs ഷെയർസ്. ഐഡൻറ്റിഫൈ ദി സിറ്റുവേഷൻ. സ്റ്റേജ് 3 ഓപ്ഷൻ ബിഫോർ കമ്പനി ടു ഓവർകം ദി സിറ്റുവേഷൻ. അതായത് കൃഷ്ണ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി 2 ലക്ഷം ഷെയർസ് എന്ത് ചെയ്തു? ഇഷ്യൂ ചെയ്തു. പക്ഷേ അപ്ലിക്കേഷൻസ് വന്നത് എത്രയാണ്? 3 lakhs ആണ്. ആകെ 2 lakhsൻ്റെ ഷെയർസ് മാത്രമേ അവർ ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ. പക്ഷേ 3 lakhsൻ്റെ അപ്ലിക്കേഷൻസ് വന്നു. ഇതെന്താണ്? ഓവർ സബ്സ്ക്രിപ്ഷൻ. ഈ സിറ്റുവേഷൻ എന്താണ്? ഓവർ സബ്സ്ക്രിപ്ഷൻ. അതായത് കൂടുതൽ അപ്ലിക്കൻസ് വന്നാൽ അത് ഓവർ സബ്സ്ക്രിപ്ഷനാണ്. കുറവ് അപ്ലിക്കൻസ് വന്നാൽ, നമ്മൾ ഓഫർ ചെയ്തതിന് ഇഷ്യൂ ചെയ്തതിനേക്കാളും കുറവ് അപ്ലിക്കൻസ് വന്നാൽ അണ്ടർ സബ്സ്ക്രിപ്ഷനാണ്. ഓക്കെ, ഇത് ഓവർ സബ്സ്ക്രിപ്ഷനാണ്. 2 lakhsൻ്റെ ഷെയർ കമ്പനി ഇഷ്യൂ ചെയ്തു. ബട്ട് അപ്ലിക്കൻസ് വന്നത് എത്രയാണ്? 3 lakhs ആണ്. 1 lakh എന്താണ്? 1 lakh ഓവർ സബ്സ്ക്രിപ്ഷനാണ്. കേട്ടിട്ടുണ്ടാവും ഓവർ സബ്സ്ക്രിപ്ഷൻ. ഇങ്ങനെ ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നു കഴിഞ്ഞാലുള്ള സിറ്റുവേഷൻ എങ്ങനെയാണ്? സ്റ്റേജ് 3 ഓപ്ഷൻ. കമ്പനിയുടെ മുമ്പിൽ 3 ഓപ്ഷൻസ് ആണുള്ളത്. ഈ സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ 3 ഓപ്ഷൻസ് ആണുള്ളത്. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്? റീഫണ്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? റീഫണ്ട് മെത്തേഡ്. ഓവർ ആയത് വന്നത് മുഴുവനും ജനങ്ങൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുക. അതാണ് റീഫണ്ട് മെത്തേഡ്. ഒന്നാമത്തെ മെത്തേഡാണ് റീഫണ്ട് മെത്തേഡ്. ഓപ്ഷൻസ് ആണ് പറയുന്നത്. സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, ഓവർ സബ്സ്ക്രിപ്ഷൻ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ കമ്പനി ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക? റീഫണ്ട് ചെയ്യുക. അത് റീഫണ്ട് മെത്തേഡ്. മറ്റൊന്ന് പ്രൊരാറ്റ അലോട്ട്മെൻറ്റ്, ആനുപാതികമായിട്ട് കൊടുക്കുക. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. മൂന്നാമത് എന്താണ്? കോമ്പിനേഷൻ ഓഫ് എബവ് ടു. മുകളിൽ പറഞ്ഞ രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷൻ. ഇങ്ങനെ 3 രീതിയിലാണ്.
റീഫണ്ട് മെത്തേഡ്, പ്രൊരാറ്റ അലോട്ട്മെൻറ്റ് മെത്തേഡ്, മൂന്നാമത് കോമ്പിനേഷൻ ഓഫ് എബൌട്ട് ടു. എബൌട്ട് ടു എന്ന് പറഞ്ഞാൽ ഏതാ? റീഫണ്ട് മെത്തേഡിൻ്റെയും പിന്നെ പ്രൊരാറ്റ മെത്തേഡിൻ്റെയും രണ്ടിൻ്റെയും എന്താണ് ഒരു കോമ്പിനേഷൻ ചെയ്യുക എന്നുള്ളതാണ് കമ്പനിയുടെ മുന്നിലുള്ള വഴികൾ. ഓക്കെ, പിന്നീട് നമുക്ക് വരുന്ന ക്വസ്റ്റ്യനാണ് 40ാമത്തെ ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് 40ാമത്തെ ക്വസ്റ്റ്യൻ. 40ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ലക്ഷ്മി, എ ഷെയർ ഹോൾഡർ, 1000 shares of ₹10 each, did not pay the allotment money 3 per share and first and final call of ₹4 per share. അതായത് അവൾ അലോട്ട്മെൻറ്റ് മണി 3 രൂപ അടിച്ചിട്ടില്ല, ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ 4 രൂപ അടിച്ചിട്ടില്ല. ലക്ഷ്മി എന്ന് പറഞ്ഞാൽ 1000 ഷെയർ കൈവശം വെച്ച വ്യക്തിയാണ്. 3 രൂപ അലോട്ട്മെൻറ്റ് അടിച്ചിട്ടില്ല, 4 രൂപ എന്തോ അടിച്ചിട്ടില്ല, ഫൈനൽ കോളും അടിച്ചിട്ടില്ല. ഹെർ ഷെയർ വെയർ ഫോർ ഫീച്ചർ, അതുകൊണ്ട് തന്നെ അവരെ ഷെയർ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. ആഫ്റ്റർ ദ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ, ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളിന് ശേഷം. പിന്നീട് കമ്പനി എന്ത് ചെയ്തു? ദി ഷെയർസ് വെയർ റീഇഷ്യൂഡ് ടു ഷംല. ഷംല എന്ന് പറയുന്ന ആൾക്ക് ഇത് റീഇഷ്യൂ ചെയ്തു 8 രൂപയ്ക്ക്. പാസ് നെസറി ജാനുവൽ എൻട്രീസ് എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഇത്തരം ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത എക്സാമിന് പ്രതീക്ഷിക്കാം. ഒരു ഡൗട്ടുമില്ല, ഇതേപോലെ ചോദ്യം എന്തായാലും എക്സാമിന് എന്ത് ചെയ്യും? വരും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾ കോളംസൊക്കെ എക്സാമിന് വരക്കണം, ഒന്നും വിട്ടുപോകരുത്. ആവശ്യത്തിനുള്ള കോളംസൊക്കെ വരക്കണം. നമ്മൾ വീഡിയോ ലെങ്ത്ത് കൂടുമെന്ന് കരുതിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നതൊക്കെ ഒഴിവാക്കുന്നത്. അപ്പോൾ ഫോർഫീച്ച് ചെയ്യുമ്പോൾ എൻട്രി, ഫോർഫീച്ച് എന്ന് കണ്ടാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? എന്തിനെ ഡെബിറ്റ് ചെയ്യണം? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. എത്ര ഷെയറാണ് ഫോർഫീറ്റ് ചെയ്യുന്നത്? 1000 ഷെയർ. ലക്ഷ്മിയുടെ കയ്യിലുള്ള 1000 ഷെയർ. എത്ര രൂപയാണ് ഒരു ഷെയറിൻ്റെ വാല്യൂ? 10. ആ 10 രൂപയും അവരോട് അടക്കാൻ പറഞ്ഞിട്ടുണ്ട്, കാരണം ഫൈനൽ കോൾ അടക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 10 രൂപ, 1000 × 10 10,000 എമൗണ്ടാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം ടു ഫോർഫീച്ചഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ എഴുതേണ്ടത്, നമ്മൾ പറഞ്ഞതാണ് ഒരുപാട് തവണ, ആ വീഡിയോ നമ്മൾ ചെയ്തിട്ടുമുണ്ട്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ വീഡിയോ എന്ത് ചെയ്യുക? കാണുക. ടു ഫോർഫീച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? അടച്ച എമൗണ്ട് 1000 × ഇവരെത്ര അടച്ചിട്ടുണ്ടാവും? അലോട്ട്മെൻറ്റ് മണി 3 രൂപ അടച്ചിട്ടില്ല, ഫൈനൽ കോള് 4 രൂപ അടച്ചിട്ടില്ല. ആ ടോട്ടൽ അടയ്ക്കാത്ത എമൗണ്ട് 7 ആണ്. 7. അപ്പോൾ അടച്ച എമൗണ്ട് എത്ര ആയിരിക്കും? 3 ആണ്. അടച്ച എമൗണ്ടാണ് ഫോർഫീച്ചർ അക്കൗണ്ടിലേക്ക് എഴുതേണ്ടത്. 1000 × 3 3000. 2 കോൾസ് ഇൻ എരിയർ, വിളിച്ചിട്ടും അടയ്ക്കാത്തത്. ഇയാൾ അടക്കാത്ത എമൗണ്ട് എത്ര നമുക്കറിയാം? 1000 ഷെയർ × 7, 1000 × 7, കാരണം 7 രൂപ 7 റുപ്പീസ് അവർ അടിച്ചിട്ടില്ല. അപ്പോൾ 7000. നരേഷൻ കൊടുക്കും സാധാരണ പോലെ. 1000 ഷെയർസ് ഫോർഫീച്ചർ ഡ്യൂ ടു നോൺ പേയ്മെൻറ്റ് ഓഫ് എന്താണ്? അലോട്ട്മെൻറ്റ് മണി ആൻഡ് ഫൈനൽ കോൾ മണി. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? ഇത് റീഇഷ്യൂ ചെയ്യാണ്. റീഇഷ്യൂ ചെയ്യുമ്പോൾ 2 എൻട്രി ഉണ്ടാവും. അത് പരീക്ഷയ്ക്ക് പഠിച്ചു വെക്കുക, എക്സാമിന് മറന്നു പോകരുത്. റീഇഷ്യൂ ചെയ്യുമ്പോൾ 2 എൻട്രി ഉണ്ടാവും. റീഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനിക്ക് ക്യാഷ് കിട്ടുകയാണ്, അപ്പോൾ ബാങ്ക് അക്കൗണ്ടിന് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഇതൊക്കെ ഒരുപാട് തവണ പറഞ്ഞതാണ്. എത്ര ഷെയറാണ് റീഇഷ്യൂ ചെയ്യുന്നത്? 1000 ഷെയർ. എത്ര രൂപക്കാണ്? 8 രൂപക്ക്. 1000 × 8 8000. 8000 രൂപക്കാണ് ഷംലയ്ക്ക് റീഇഷ്യൂ ചെയ്യുന്നത്. ഇനി 8 രൂപ അല്ല യഥാർത്ഥ വില. യഥാർത്ഥ വില എത്രയാണ്? 10 രൂപയാണ്. അപ്പോൾ 2 രൂപ ഡിസ്കൗണ്ടാണ്. അങ്ങനെ റീഇഷ്യൂ ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. പേര്, അക്കൗണ്ടിൻ്റെ പേരെന്തായിരിക്കും? ഫോർഫീച്ചർ അക്കൗണ്ട് എന്നായിരിക്കും. ഫോർഫീച്ചർ അക്കൗണ്ട് ഡെബിറ്റ് 1000 × 2 2000. 2 ഷെയർ ക്യാപിറ്റൽ, യഥാർത്ഥ എമൗണ്ടാണ് കൊടുക്കുക. 1000 × യഥാർത്ഥ എമൗണ്ട് 10,000. നരേഷൻ കൊടുക്കും. എന്താ നമ്മൾ നരേഷൻ കൊടുക്കുക? 1000 ഷെയർസ് വെർ റീഇഷ്യൂഡ് അറ്റ് ₹8 per share. ഓക്കെ, ഇനി ഒരു എൻട്രിയും കൂടി ഇതുണ്ടാവും. ഞാൻ പറഞ്ഞു റീഇഷ്യൂ ചെയ്യുമ്പോൾ ഒരു എൻട്രിയും കൂടി ഉണ്ടാവും. എൻട്രി എന്താണ്? ഫോർഫീച്ചർഡ് അക്കൗണ്ട് ഡെബിറ്റ്, ഫോർഫീച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ റിസർവ്. ക്യാപിറ്റൽ റിസർവ് എത്ര എമൗണ്ട് വരിക? എൻട്രി എപ്പോഴും സെയിം ആണ്. ഫോർഫീച്ചർ അക്കൗണ്ട് അപ്പ് ടു ക്യാപിറ്റൽ റിസർവ് എന്നാണ് രണ്ടാമത്തെ എൻട്രി വരിക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എമൗണ്ട് എങ്ങനെ എഴുതുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ സിമ്പിൾ ആകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഫോർഫീച്ചർ അക്കൗണ്ടിൽ എത്ര കാണാം? 3000 രൂപ കാണാം ക്രെഡിറ്റിൽ. ഇവിടെ ഫോർഫീച്ചർ അക്കൗണ്ടിൽ എത്ര കാണാം? 2000 രൂപ കാണാം. 3000 നിന്ന് 2000 കുറച്ചിട്ട് എമൗണ്ട് എഴുതിയാൽ മതി. എത്ര? 1000. നരേഷൻ എന്താ കൊടുക്കാം? ബാലൻസ് ഓഫ് ഫോർഫീച്ചർ അക്കൗണ്ട് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ റിസർവ്. ബാലൻസ് ഓഫ് ഫോർഫീച്ചർ അക്കൗണ്ട് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ റിസർവ് എന്നാണ്. അപ്പോൾ ഇനി ഒരു മാർക്കിനുള്ള ചോദ്യം 1 വേർഡ് ആയിട്ട് വരാം. ബാലൻസ് ഓഫ് ഫോർഫീച്ചർ അക്കൗണ്ട് ഈസ് ട്രാൻസ്ഫേർഡ് ടു ഡാഷ് അക്കൗണ്ട്. ഏത് അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടത്?
ഫോർഫിച്ചർ അക്കൗണ്ടിൻ്റെ ബാലൻസ് ക്യാപിറ്റൽ റിസർവിലേക്കാണ് മാറ്റേണ്ടത്. റിസർവ് ക്യാപിറ്റലിലേക്കല്ല, ക്യാപിറ്റൽ റിസർവിലേക്കാണ് മാറ്റേണ്ടത്. അപ്പോൾ ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. കൂടുതൽ വിവരങ്ങൾ മറ്റുള്ള വീഡിയോ ഒക്കെ കാണുക. ഓക്കെ, ഇനി നമുക്ക് AFSൽ എസ് ആണ് അതിൽ വരുന്നത്. എസ് സിമ്പിളായിട്ടുള്ള എസ് ആയിരുന്നു അവർ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം, പിന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ജേണൽ എൻട്രീസാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾ ജസ്റ്റ് നോക്കുക. ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ അപ്ലിക്കേഷൻ ഒന്നാമത്തെ എൻട്രി. അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട 2 എൻട്രിയാണ്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തതാണ്, അതൊക്കെ കാണുക. ഓക്കെ, ബേസിക് ആയിട്ടുള്ള 8 എൻട്രി നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. 8 മാർക്കിനുള്ള ചോദ്യമാണ്. ആ 8 എൻട്രി എന്തായാലും എക്സാമിന് വരും. അത് നന്നായിട്ട് പഠിച്ചു വെക്കുക. ജസ്റ്റ് ഞാൻ പറഞ്ഞു പോയ എമൗണ്ടൊന്നും ഞാൻ പറയുന്നില്ല. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ 2ആയി. മൂന്നാമത്തത് ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. നാലാമത്തത് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ അലോട്ട്മെൻറ്റുമായി 2 എൻട്രി പറഞ്ഞു. അപ്പോൾ 4 എണ്ണമായി. ഇനി ഫസ്റ്റ് കോൾ ആണെങ്കിൽ ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ, പിന്നെ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ഫസ്റ്റ് കോൾ. ഇനി സെക്കൻഡ് കോൾ ഉണ്ടെങ്കിൽ ഷെയർ സെക്കൻഡ് കോൾ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. എമൗണ്ട് കിട്ടുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ സെക്കൻഡ് കോൾ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പുസ്തകം മറിച്ച് നോക്കുക, മുമ്പത്തെ വീഡിയോ കാണുക, അതിലൊക്കെ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, തൽക്കാലം നിർത്തിയാണ്, വീഡിയോ നീണ്ടു പോകുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ഇത് കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് പാർട്ട് എയിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊന്നും കൂടെ പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും പഠിച്ചു പോകേണ്ട വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.